അടുത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്താണ് മത്സരം വലിയ വീറും വാശിയോടും കൂടി നടക്കാൻ പോകുന്നത്. വളരെ മുന്നേ തന്നെ കളമൊരുക്കിയതാണ് BJP. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ മേയറിനെ അങ്ങ് മാറ്റി. മേയർ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് നാട് കടത്തി എന്ന് വേണേൽ പറയാം. കാരണം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ 4 വോട്ട് അങ്ങ് നഷ്ടപ്പെടും എന്ന് പാർട്ടി മനസ്സിലാക്കി. കാരണം അത്രത്തോളം നല്ല കാര്യങ്ങൾ ആര്യ രാജേന്ദ്രൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ കോഴിക്കോട്ടേക്ക് നാട് കടത്തി. ഇനി അവിടുത്തുകാർ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ CPM-ന് അങ്ങനെ ഒരു ഇടിവ് പറ്റിയപ്പോൾ കോൺഗ്രസ്സുകാരുടെ ധാരണ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ഉടനെ തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നത് UDF കോൺഗ്രസ് ആയിരിക്കുമെന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷമാണെന്നുള്ളത് കോൺഗ്രസ് അറിയാതെ പോയോ? പ്രധാന പ്രതിപക്ഷമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 60-65 വാർഡുകളിൽ മുന്നിൽ നിൽക്കുന്നതാണ് BJP. ഇപ്പോൾ 101 വാർഡുകളാണ്. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാർ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അരിശവും ഉണ്ട് അവർക്ക്. കാരണം നിലവിൽ അവർക്ക് 10 സീറ്റേ ഉള്ളൂ. എത്ര പ്രതാപത്തോടു കൂടി കഴിഞ്ഞിരുന്നതാണ് അവർ. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഏതവസ്ഥയാണ്. അവിടെ സംപൂജ്യരല്ലേ. അതേ സംപൂജ്യരായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനും എത്തുമെന്ന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ പുതിയൊരു തന്ത്രം പയറ്റി നോക്കുകയാണ്. കോൺഗ്രസിൽ എല്ലായിടത്തും എവിടെയും രക്ഷകനായിട്ട് ഓടിച്ചെല്ലുന്ന മുരളീധരൻ. നമുക്കറിയാം വട്ടിയൂർക്കാവിൽ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുകയായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലം കോൺഗ്രസിൻ്റെ കൈവെള്ളയിലായിരുന്നു. പ്രത്യേകിച്ച് മുരളീധരൻ്റെ. ഉടനെ അവിടെ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റി. എന്തു പറ്റി അതിൻ്റെ ഫലം? വടകരയിൽ വിജയിച്ചു. അത് കേരളത്തിൽ മൊത്തത്തിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമായിരുന്നു 2019 ശബരിമല യുവതീ പ്രവേശ വിഷയത്തെ തുടർന്ന്. അങ്ങനെ P. ജയരാജൻ എന്ന് പറയുന്ന CPM-ലെ അതികായനെ പരാജയപ്പെടുത്തി. ആലപ്പുഴയിൽ മാത്രമാണ് ഉണ്ടായ CPM-ന്റെ ഏക വിജയം എന്ന് പറയുന്നത്. അങ്ങനെ വടകരയിൽ വിജയിച്ചുവെങ്കിലും കയ്യിലിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം ഇവർ കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് CPM-ന്റെ കൈകളിലേക്ക് പോയി. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ 21 തെരഞ്ഞെടുപ്പിലും അതങ്ങ് നഷ്ടപ്പെടുകയും ചെയ്തു. അതവർ CPM-കാർ തുടർച്ചയായിട്ട് കൊണ്ടുപോകും. ഇപ്പോഴവിടെ കടുത്ത മത്സരമാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് നിലം തൊടാൻ കഴിയില്ല എന്ന് നന്നായിട്ടറിയാം. അത് മുരളീധരൻ മനസ്സിലാക്കി. മുരളീധരനെ അവിടെ നിർത്തി പരാജയപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് കോൺഗ്രസ്സുകാരിൽ ചിലർക്കൊക്കെ മോഹവും ഉണ്ടായി. പക്ഷെ മുരളീധരന് പിന്നീട് അതുപോലെ നേമത്തും കൊണ്ടുവന്നു. BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും വടകരയിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയപ്പോൾ കൊണ്ട് തൃശ്ശൂർക്ക് പോകാൻ പറഞ്ഞു. എങ്ങോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഓടിയെത്തും. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുകയാണ് കോൺഗ്രസ്. വളരെ മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി. നല്ലതാണ്. കോൺഗ്രസ്സുകാരിൽ അത് അത്യപൂർവമായിട്ടേ സംഭവിക്കത്തുള്ളൂ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസവുമായിട്ട് അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അവിടെ ഒന്നും വലിയ എതിരഭിപ്രായങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും തൃക്കാക്കരയിൽ ഉമാ തോമസും പാലക്കാട് ഇദ്ദേഹം മാങ്കൂട്ടത്തിലും ആയിരുന്നു. അപ്പം എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇവിടെ ഒരു വലിയ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ സകലതും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പോയി കഴിഞ്ഞാൽ പിടികിട്ടുന്നില്ല എങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്
നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞത് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നിന്ന് ഒരു 3 നിയമസഭാ മണ്ഡലം എങ്കിലും സഭയിൽ എത്തിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് BJPക്കുള്ളത്. എന്തായാലും മുരളീധരനെ ഇറക്കിയതോടുകൂടി ഒരു കാര്യം ഉണ്ടായി. കോൺഗ്രസിൽ തിരുവനന്തപുരത്ത് ഒരു ഉണർവുണ്ടായി എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്ക് 101 വാർഡുകളിൽ ഓടി നടക്കുന്നുണ്ട്. കോൺഗ്രസിന് ജയിക്കണം, കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്നൊക്കെ മുരളീധരൻ ആഗ്രഹിക്കുന്നുണ്ട്. മുരളീധരനെ പിന്നെ രാഷ്ട്രീയം പറഞ്ഞു പഠിപ്പിക്കണ്ടല്ലോ. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്. മാർപ്പാപ്പയെ കുമ്പസരിപ്പിക്കാൻ പഠിപ്പിക്കണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി വരുന്നതാണ്. അതുകൊണ്ടാണ് മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരനോട് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിലെ പറ്റിയ ഫിഗറൊന്നുമല്ല. മുരളീധരൻ അങ്ങനെ പറയരുത്. കാരണം രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ കാലത്തിലെ കാര്യങ്ങൾ, ന്യൂജൻ രാഷ്ട്രീയത്തിനകത്തുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത്. ബിസിനസ്സുകാർക്കാണല്ലോ ഒരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നത്. അതെ, ആ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടം. ഈ പരമ്പരാഗതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയൊന്നും അല്ല രാജീവ് ചന്ദ്രശേഖരനുള്ളത്. പുതിയ കാര്യങ്ങളിൽ, പുതിയ യുഗത്തിൽ ഇത്തരത്തിലുള്ള വികസനമാണ്. അത് തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ തന്നെ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ്. തിരുവനന്തപുരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം 24 ഇവിടെ ജയിച്ചിരുന്നു എങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഒരു ചിത്രം തന്നെ മാറ്റിയെടുക്കുമായിരുന്നു. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ചിത്രം മാറും. ഈ എത്രയോ കാലമായിട്ട് CPM ഇവിടെ ഭരിക്കുന്നു. ഒടുവിൽ വന്ന് ആര്യ രാജേന്ദ്രൻ ഭരിച്ചു കൊളമാക്കി മുടിപ്പിച്ച് താറുമാറാക്കി ഇട്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണിത്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു നഗരത്തിനകത്തൊരു വൃത്തി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എങ്ങനെ ഒരു നഗരത്തെ, അതും തലസ്ഥാന നഗരത്തെ, ഒരു പൈതൃക നഗരത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് കാണിച്ചു തരികയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്തത്. അതിൽ നിന്നൊരു മോചനമാണ് ഇനിയും ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് ആവശ്യം. ആ ഇത്തരത്തിലുള്ള വിഷൻ പ്രസന്റ് ചെയ്തപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ വെറും 15,000 വോട്ടിന് മാത്രമാണ് തോറ്റത് പാർലമെന്റിലേക്ക്. അത് ഈ തീരദേശ മേഖലകളിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ട് മാത്രമാണ്. അവരുടെ അടുക്കലേക്ക് എത്താൻ രാജീവ് ചന്ദ്രശേഖർ കുറച്ച് വൈകിപ്പോയി. വളരെ മുന്നേ ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് നേടുമായിരുന്നു. ഇക്കുറി എന്തായാലും BJP ഇത്തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ തടയിടാമെന്നുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ നായന്മാരുടെ മുഴുവൻ വോട്ട് സമാഹരിക്കാം എന്നുള്ള രീതിയിലുമാണ് മുരളീധരനെ ഇറക്കിയിരിക്കുന്നത്. ശബരിനാഥിന് MLA ആയിരുന്ന, ഇപ്പോൾ MLA അല്ല, MLA ആയിരുന്ന ശബരിനാഥിന് കൗൺസിലർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കുന്നില്ല എന്ന് കരുതുക, ശബരിനാഥ് വിജയിച്ചും വരുന്നു. അപ്പൊ മുൻ MLA ഒരു കൗൺസിലറായിട്ട് അവസാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒതുങ്ങിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അപ്പോൾ കോൺഗ്രസ്സുകാര് തീക്കട്ടയിൽ കയറി എറുമ്പ് അരിക്കുമോ എന്ന് ചോദിച്ച പോലെ BJPയെ തൊടാൻ ആയോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ?